നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ നെടുമങ്ങാട് നിയമസഭാ മണ്ഡലം ആര് നേടും? LDF സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തുള്ള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി കൂടിയായ GR അനിൽ പ്രചരണ രംഗത്ത് ഏറെ മുന്നിലാണെന്ന് ഒറ്റ നോട്ടത്തിൽ ഉറപ്പിച്ചു പറയാൻ കഴിയും. മണ്ഡലത്തിൽ നടത്തിയ വികസനത്തിലും വ്യക്തിത്വത്തിലും ഊന്നിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ രീതി GR അനിലിന് മേൽക്കോയ്മ സമ്മാനിച്ചു. മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള വികസന ചലഞ്ച് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായതും GR അനിലിന് അനുകൂല ഘടകമാണ്. മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് പുറമെ ഭക്ഷ്യമന്ത്രി എന്ന നിലയിൽ സംസ്ഥാനത്ത് ഭക്ഷ്യഭദ്രത ഉറപ്പാക്കിയതും GR അനിലിന്റെ നേട്ടമായി ഇടതുപക്ഷം ഉയർത്തിക്കാട്ടുന്നുണ്ട്. UDF ക്യാമ്പിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല. CPIയിൽ നിന്ന് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്നതാണ് മീനാങ്കൽ കുമാർ നേരിടുന്ന പ്രധാന വെല്ലുവിളി. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിനകത്തുള്ള കോൺഗ്രസ് അംഗങ്ങൾ പ്രചരണത്തിന് എത്തുന്നില്ല. തൊട്ടടുത്ത മണ്ഡലമായ അരുവിക്കരയിൽ നിന്നുമാണ് UDF ക്യാമ്പ് പ്രചരണത്തിന് ആളെ എത്തിക്കുന്നത്. മീനാങ്കൽ കുമാറിന്റെ പ്രധാന സ്പോൺസറായ അടൂർ പ്രകാശ് പ്രചാരണത്തിൽ നിന്ന് പിന്മാറിയത് കോൺഗ്രസിലെ ആഭ്യന്തര കലഹത്തെ തുടർന്നാണെന്ന് സൂചനയുണ്ട്. BJP സ്ഥാനാർത്ഥിയായ യുവരാജ് ഗോകുൽ കാടിളക്കിയുള്ള പ്രചരണത്തിനാണ് മുൻതൂക്കം നൽകുന്നത്. കഴിഞ്ഞ ദിവസം പോത്തൻകോട് നടന്ന റോഡ് ഷോ മണിക്കൂറുകളോളം നീണ്ട ഗതാഗത കുരുക്കുണ്ടാക്കിയത് സോഷ്യൽ മീഡിയയിലും മണ്ഡലത്തിലും സ്ഥാനാർത്ഥിക്ക് വലിയ തിരിച്ചടിയായി.